ഹലോ മക്കളെ, എൻ്റെ പേര് അബ്ദുൽ മനാഫ് ഫ്രം ടീം ഇൻ്റർവെൽ. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ SSLCക്ക് വരുന്ന മാത്സിലെ പ്രോബ്ലംസ് ആണ്. നമുക്കറിയാൻ പറ്റും എല്ലാവർക്കും മാത്സ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റാണ് അല്ലേ. എന്നാൽ നമുക്ക് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസോട് കൂടി നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക, കാരണം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങളത് സോൾവ് ചെയ്യും. SSLC കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ വിളിച്ചറിയിക്കും, സാർ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമായിരുന്നു എന്നുള്ളത്. അതാണ് നമ്മുടെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാനുള്ള കാരണം. ഓക്കെ അല്ലേ? നമുക്ക് ഓരോ ചാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. നമുക്കറിയാം 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണി എന്ന് പറയുന്ന പാഠമാണ് അല്ലേ. അതായത് നമ്മൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചോദ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് 6, 10, 14 എക്സെട്ര ഇസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 6, 10, 14 ഒരു സമാന്തര ശ്രേണിയാണ്. എന്താണ് ഇനി ചെയ്യുന്നത്? ചോദ്യം നോക്കിയോ, എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? ഈ ഒരു സമാന്തര ശ്രേണി, ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാം. നമുക്കിത് 2 രീതിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ 2 രീതിക്ക് ഇത് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സമാന്തര ശ്രേണി എപ്പോഴും ശ്രദ്ധിക്കണം. 6, 10, 14 എന്ന് പറയുന്നതിൻ്റെ എന്താണ് നമ്മൾ നോക്കുന്നത്? 15 പദം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 6, 10, 14 ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക, അതായത് നമ്മളോട് ചോദിച്ചത് S15 ആണ്, സം ഓഫ് 15 ടേംസ്. ഇത് നമുക്ക് 2 രീതിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ 2 രീതി ഒന്ന് ചെയ്തു നോക്കാം. ഇത് 100% ഉറപ്പായാലും എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമുക്കറിയാൻ പറ്റും സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 14 മാർക്കിനാണ് അല്ലെങ്കിൽ 15 മാർക്കിനാണ് ചോദ്യം വരെ. അപ്പോൾ S15 അല്ലേ, സം ഓഫ് 15 ടേം. ഇത് നമുക്ക് എങ്ങനെ വെച്ചാൽ സമ്മ് കാണാൻ നമുക്കറിയാൻ പറ്റും n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. ഇത് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ വേറെ ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? d/2 n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 n. ഇതും ചെയ്യാറുണ്ട്. ഇനി ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താണ്? മിഡിൽ ടേം ഇൻറ്റു അല്ലേ, മിഡിൽ ടേം ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് ടേംസ്. ഈ ചോദ്യം നമ്മൾ ചെയ്യാറുണ്ട്. നമ്പർ ഓഫ് ടേംസ്, അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഈ 3 രീതിക്ക് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നമുക്കിത് ചെയ്ത് നോക്കാം? ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടോ ചെയ്യാം. ഏത് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്? എപ്പോഴും നോക്കേണ്ട കാര്യം, ഇതിൽ സമാന്തര ശ്രേണിയാണല്ലോ. അപ്പോൾ അതിൻ്റെ പൊതുവ്യത്യാസം എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്ത് പൊതുവ്യത്യാസം? നമുക്ക് ഈ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് പൊതുവ്യത്യാസം? നമുക്ക് നോക്കാം. ഇതിന് വ്യത്യാസം എത്രയാ? D സമം എത്ര കിട്ടും നമുക്ക്? 4. മാറ്റമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. D സമം 4 ആണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താ പറയുക? S15 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എന്താ? d/2 n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 n. ഈ n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ടേമിന്റെ തുകയാണ് നമ്മൾ കാണുന്നത്, അതാണ് വരുന്നത്. D എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി d/2. അപ്പം എന്താ? D 4 ആണെങ്കിൽ d/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 അല്ലേ? 2 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 15 സ്ക്വയർ പ്ലസ് എഫ്, ആദ്യ പദം അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദം. എഫ് 6 മൈനസ് d/2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 2 ഇൻറ്റു d. ഇതിങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കണേ, മാറിപ്പോരുത്. ഇൻറ്റു 15. ഇത് ചെയ്ത ഉത്തര സിമ്പിൾ പരിപാടി കഴിഞ്ഞു. എന്താ പറയുന്നത്? 2 ഇൻറ്റു 15 സ്ക്വയർ എത്രയാ? 225 പ്ലസ് 6 4 2 പോയി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. എത്രയാ? 4 ഇൻറ്റു 15 കഴിഞ്ഞതാ. സിമ്പിൾ സ്റ്റെപ്പ്. 2 ഇൻറ്റു 225 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്? 450. 480 അല്ല, 400 എത്രയാണ്? 450 ആണ് കേട്ടോ. 450 പ്ലസ് അതിന് കൂടെ 4 ഇൻറ്റു 15 എത്രയാ? 60 കിട്ടും. 4 ഇൻറ്റു 15 എത്ര കിട്ടി? 60. നമുക്ക് എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 510. ഇത്ര ഉള്ളു, കഴിഞ്ഞു. സിമ്പിൾ പരിപാടി അല്ലേ. ഇക്വേഷൻ ഓർത്ത് വെക്കുക. എന്താണ്? d/2 n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 n. ഇനി ഇങ്ങനെ അല്ലാതെ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അത് SSLCക്ക് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുന്ന ചോദ്യം കേട്ടോ.
എല്ലാ വർഷവും ആ രീതിക്ക് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ആ രീതിക്ക് ക്വസ്റ്റ്യൻ വരുന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പം നമുക്ക് ഈ ചെയ്ത ചെറിയ ചോദ്യം തന്നെ ആ ഒരു മെത്തേഡിലും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാലോ? 2 മെത്തേഡ് ഉണ്ട്, 2 മെത്തേഡും കൂടി കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറയല്ല. എന്താ പറഞ്ഞത്? 2 മെത്തേഡ് കൺഫ്യൂഷൻ ആക്കല്ല, നമുക്ക് ചെയ്യണം. നമ്മൾ തോന്നുന്നത് വെച്ചാൽ മധ്യപദം ഇൻറ്റു, അതായത് മിഡിൽ ടേം ഇൻറ്റു മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം വെച്ചിട്ട്. ഓക്കെ, മിഡിൽ ടേം ആണ്, അത് നമുക്ക് സമ്മ് കാണാൻ. മധ്യപദം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചു 15 അല്ലേ പദങ്ങൾ? 15ന്റെ മധ്യത്തിലേതാ? 15ന്റെ മധ്യപദം കണ്ടുപിടിക്കുക, എളുപ്പപണിയുണ്ട്. എന്താ? 15ന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക, എത്ര കിട്ടും? 16ന്റെ പകുതി, അതായത് എത്ര കിട്ടും? 8. അപ്പോൾ മധ്യപദം എന്ന് പറയുന്നത് 8. 8 ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതാനല്ല, 8ാം പദം എന്താണ് ഉദ്ദേശിച്ചത്? 8ാം പദം ഇൻറ്റു പദങ്ങളുടെ ഉണ്ട്. എത്ര പദങ്ങളുടെ കാണുന്നത്? 15 പദങ്ങളുടേത്. ഓക്കെ, അപ്പോൾ നമുക്ക് 8ാം പദം കണ്ടുപിടിക്കുക. ഇതിൽ നമ്മൾ 8ാം പദം നമ്മൾ എക്സ്ട്രാ കണ്ടുപിടിക്കാറുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക? പറയാൻ പറ്റും. F-7D അല്ലേ? F-7D അല്ലേ 8ാം പദം എന്ന് പറയുന്നത്? F എന്ന് പറഞ്ഞാൽ നമുക്ക് അതെ ആദ്യ പദം 6 പ്ലസ് 7 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ എത്ര? 4. 4 ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? F പ്ലസ് 6 പ്ലസ് 7 ഇൻറ്റു 4 28. എത്ര കിട്ടി? 34. ഓക്കെ, 34 കിട്ടാം ഇതല്ല. ഓക്കെ, 34 എന്ന് കിട്ടും. അപ്പം നമുക്ക് കൂടെ കൊടുക്കാം 34 ഇൻറ്റു 15. 34 ഇൻറ്റു 15 ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഒന്ന് വളരെ പെട്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കി. നമുക്ക് ഈസി ആയിട്ട് ചെയ്യണം. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കി എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് അല്ലേ? എങ്ങനെയാണ് വരുന്നത്? 34 ഇൻറ്റു 15 വളരെ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. കിട്ടിയോ? ഇത് തന്നെയാണ് ഉത്തരം വന്നത്. 34 ഇൻറ്റു 15 എങ്ങനെ കിട്ടും? 5 4 20 അല്ലേ? 2 15 17 4 ഒരു 3. ഓക്കെ, കൂട്ടി നോക്കിയേ എത്ര കിട്ടും? 510 തന്നെ കിട്ടി. കറക്റ്റ് അല്ലേ? ഈ 2 മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഈസി അല്ലേ? ഇനി ആ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? 15ാം പദം അതൊരു ഒറ്റ സംഖ്യ അല്ലേ? ഓഡ് നമ്പർ അല്ലേ? 21ാം പദം ഓഡ് നമ്പർ അല്ലേ? ഇങ്ങനെ വരുന്ന കേസ് നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ മറന്നോ? ഏത്? D/2 n² പ്ലസ് F-D ഇത് ബ്രാക്കറ്റ് കൊടുക്കണേ ഇൻറ്റു n. ഓക്കെ അല്ലേ? നമ്മൾ ഇത്രയും നേരം ആകെ ഒരു ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇനിയും പറയാനുണ്ട്. നമുക്ക് ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. 6 10 14 വരുന്നതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടി ഒന്ന് നോക്കാം. എന്താണ് പറഞ്ഞത്? 6 10 14 ആദ്യത്തെ 15 പദങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല നമുക്കുള്ളത്. എന്താ ഉള്ളത്? സെക്കൻഡ് ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് 16th ടേം? ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് 16th അല്ലേ? ഫസ്റ്റും 16th, അതായത് ആദ്യ പദവും 16ാം പദവും തമ്മിലുള്ള വ്യത്യാസം കാണണം. സിമ്പിളാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യ പദം 16ാം പദം. 16ാം പദത്തിന് എങ്ങനെ കാണുക? 16ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F പ്ലസ് 16D ആണോ? അല്ല, 16ാം പദം ആവുമ്പോൾ അതെന്താവും? F പ്ലസ് എന്തായിട്ട് മാറും? 15D. ഇതാണ് എന്ത്? 16ാമത്തെ പദം എന്ന് പറയുന്നത് അല്ലേ? ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താ? F അല്ലേ? അപ്പോൾ ഈ ആദ്യ പദവും ഫസ്റ്റ് ടേമും അല്ലേ എന്താ പറയുന്നത്? ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ 16th ടേമും തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് എന്തായിട്ട് മാറും? 15D. കിട്ടിയില്ല ഉത്തരം? 15D. ഈ 15D എന്ന് പറഞ്ഞാൽ എത്രയാ? D എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 4. 15 ഇൻറ്റു എത്ര കിട്ടും? 4 എത്രയാ? 60. സംഗതി എളുപ്പമല്ലേ? ഒന്നാമത്തെ ചോദ്യത്തിന് അത്രയും കൂടി ചെയ്യാണ്ടോ? ഇല്ല. ഓക്കെ ആണേ? എന്താ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? അപ്പോൾ നമ്മളിത് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനിയുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ആദ്യ 15 പദങ്ങളുടെ തുകയും തുടർന്നുള്ള 15 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ 15 പദങ്ങളുടെ തുക, പിന്നത്തെ 15 പദങ്ങളുടെ തുക, അത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 15 ടേം ആൻഡ് നെക്സ്റ്റ് 15 ടേം. അത് നമ്മളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് 15 ആൻഡ്
നെക്സ്റ്റ് 15. അതെന്താ പറഞ്ഞത് നോക്കണേ. നമ്മൾ പറഞ്ഞത് ഡിഫറൻസ് കാണാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കിത് നേരത്തെ വെച്ച് വായിക്കാനുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്, ഫസ്റ്റ് 15 നെക്സ്റ്റ് 15. അതായത് ഫസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ 1 to എവിടുന്ന് വരുന്നത്. ഓക്കെ, എവിടുന്ന് വരുന്നത് നോക്കിയേ. ഫസ്റ്റ് 15 എവിടുന്ന് വരുന്നത് 1 to 15 ആണ്. 1 മുതൽ 15. നെക്സ്റ്റ് 15 എന്ന് പറഞ്ഞാലോ 16 മുതൽ 30 വരെ അല്ലേ. അതിന് മാറ്റമൊന്നുമില്ലല്ലോ. നമ്മളിവിടെ പെയറാക്കുക, ജോഡിയാക്കുക. എങ്ങനെ പെയറാക്കുക, ജോഡിയാക്കുക. അതല്ല ഇത് കേട്ടോ, ഇത് വേറെ. അപ്പം നമുക്ക് അറിയാം ഈ ഫസ്റ്റ് 1-ാമത്തതും 16-ാമത്തതും ഒരു ജോഡിയാക്കുക, 2-ഉം 17-ഉം ഒരു ജോഡിയാക്കുക, 3-ഉം 18-ഉം അങ്ങനെ പോകുമ്പോൾ നമുക്കേ എത്ര ജോഡി കിട്ടും? 15-ഉം 30. അങ്ങനെ അതുവരെ ജോഡി കിട്ടി പോവില്ലേ? കിട്ടൂലേ? ഉറപ്പല്ലേ? ഓക്കെ, ഇതിൽ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സംഗതി എളുപ്പമായി, ബുദ്ധിമുട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ഉം 16-ഉം തമ്മിലുള്ള വ്യത്യാസം 60 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യത്തിൽ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ ആയിരിക്കും 60. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതും 60. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ സംഗതി എളുപ്പമാണ്. കാരണം രണ്ടാമത്തേന് എഫ് പ്ലസ് ഡി ആ പറയാം. എഫ് പ്ലസ് ഡി ആണ് പറയുന്നത്. എഫ് പ്ലസ് ഡി ആണ് പറയാം രണ്ടാമത്തത്. 16-ാമത്തോ എഫ് പ്ലസ് 16D. ഇതിൻ്റെ ഡിഫറൻസുകളൊന്ന് കുറച്ച് നോക്കിയേ അല്ലേ. കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15D. ഇങ്ങനെയല്ല കേട്ടോ, മുകളിൽ കുറയ്ക്കണേ 15D. എല്ലാത്തും 15D അല്ലേ. 18 60. അങ്ങനെ എത്ര പേരുണ്ടാവും ഇവിടെ? 15 പേരുണ്ടാവും. അപ്പോൾ ഇത്ര ഒന്നും അവിടെ ചെയ്യാമല്ലോ. നമ്മളിങ്ങനെ കുറേ ചെയ്യുന്നതിന് പകരം നമുക്കറിയാം. അതിനാണ് തൊട്ട് മുമ്പത്തെ ചോദ്യം. ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നത്. ഓക്കെ, അപ്പം എത്ര പേരുണ്ടാവും ഇവിടെ? എത്ര പേരുണ്ടാവും? 15 പേരുണ്ടാവും. ഓരോ പേരും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 60. അങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. എത്ര കിട്ടും? 900 ഡിഫറൻസ് പരിപാടി കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ആലോചിക്ക്. ആദ്യത്തെ 15 ചെയ്യണം, പിന്നത്തെ 15 ചെയ്യണം, എന്നിട്ട് ആദ്യത്തിൽ നിന്ന് രണ്ടാമത് കുറയ്ക്കണം. സമയം എടുക്കൂലേ? അതിനേക്കാൾ എളുപ്പമല്ലത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്. ക്ലിയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ഇതിങ്ങനെ ചോദിക്കാം, അതല്ലാതെയും ചോദിക്കാം. ഇത് ചോദ്യം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പോകുന്ന ഒരു പിരമിഡാണ്. ഇതിന് എക്സ്ട്രാ ഒക്കെ വരുന്നുണ്ട്. ബરાબર. ഇതിലെ 5-ാമത്തെ വരി എഴുതും. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് കിട്ടും അല്ലേ? സിമ്പിൾ പരിപാടിയായിട്ട് മാർക്ക് കിട്ടും. എന്നാൽ 5-ാമത്തെ വരി വരിക 10 11 12 13 14 അല്ലേ. 1-ാമത്തെ വരിയിൽ 1, 2-ാമത്തെ വരി 2, 3-ാമത്തെ വരി 3, 4-ാമത്തെ വരി 4, 5-ാമത്തെ വരി 5. ഓക്കെ അല്ലേ? 5-ാമത്തെ വരി എഴുതുക. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ 10-ാമത്തെ വരിയിൽ എത്ര സംഖ്യകളുണ്ട്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദോർ ഇൻ ദി 10th ലൈൻ? ഞാൻ പറയണോ? ആണല്ലോ, ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടി. 10 അല്ലേ. 1-ാമത്തെ വരിയിൽ 1, 2-ാമത്തെ വരി 2, 3-ൽ 3, അങ്ങനെ പോകുമ്പോൾ 10th ലൈനിൽ എത്ര ഉണ്ടാവും? 10. ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് ആൻസർ. അപ്പോൾ നമ്മൾ ഇതിനും കിട്ടി, ഇതും കൂടി. എന്താണ് ഇതിൻ്റെ ആദ്യത്തെ 10 വരികളിലും കൂടി എത്ര സംഖ്യകൾ ഉണ്ടാവും? അതായത് 1-ാമത്തെ വരി മുതൽ 10-ാമത്തെ വരി വരെ എത്ര സംഖ്യകൾ ഉണ്ടാവും? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദി ഫസ്റ്റ് 10 ലൈൻസ് ഓൾ ടുഗെദർ? മൊത്തത്തിൽ എത്ര ഉണ്ടാവും? ഈ ക്വസ്റ്റ്യൻ 4-ാമത്തതാണ്, ഡി ആണ് കേട്ടോ. ഓക്കെ, മൊത്തത്തിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും? ഇത് ചെയ്യാൻ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഏതറിയാം? നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇക്വേഷൻ തരുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ തന്നിട്ടുള്ള പിരമിഡ് ഉണ്ടല്ലോ, പിരമിഡ് ഏതാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇതിപ്പോൾ നാച്ചുറൽ നമ്പർ അല്ലേ, എണ്ണൽ സംഖ്യകളല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി അറിയോ? നമ്മൾ ചെയ്യേണ്ടത് n × n + 1/2. ഇത് ചെയ്താൽ 10-ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും എന്ന് കിട്ടും. ഹൗ മെനി നമ്പേഴ്സ് ഓൾ ടുഗെദർ? മൊത്തത്തിൽ. അതായത് എന്നിന് പകരം 10 കൊടുക്കുക. 10 × എന്നിന് പകരം 10, n + 1 എന്താവും? 11. 11/2. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5. 5 × 11 എന്ന് പറഞ്ഞാൽ 55. മൊത്തത്തിൽ എത്ര നമ്പർ ഉണ്ടാവും? 55 നമ്പർ ഉണ്ടാവും. കിട്ടിയില്ലേ? 3-ാമത്തെ ക്വസ്റ്റ്യനും ഓക്കെ ആണല്ലോ, ബുദ്ധിമുട്ടില്ല. 4-ാമത്തെ ചോദ്യം, 11-ാം വരിയിലെ ആദ്യ സംഖ്യ ഏത്? 11-ാം വരിയിലെ ആദ്യ സംഖ്യ ഇത് എണ്ണൽ സംഖ്യയാണ്. ഇത് ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ.
അപ്പോൾ ഇത് നാലാമത്തെ വരിയല്ലേ. ഈ നാലാമത്തെ വരിയിൽ അവസാന സംഖ്യ കണ്ടുപിടിക്കുന്നത് കേട്ടോ. 4×5/2. കാരണം നാലാമത്തെ വരിയിൽ അവസാന സംഖ്യ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. 4×5 20, 20/2, 20/2 എന്താ 10. അതായത് എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്, അവസാന പദമായിട്ട് വരുന്നത്. എത്ര സംഖ്യകളുണ്ട് അത് തന്നെയാണ് അവസാന പദം. എപ്പോ? എല്ലായ്പ്പോഴും ഉണ്ടോ? ഇല്ല. ഇവിടെ 1, 2, 3 ഇങ്ങനെ എണ്ണൽ സംഖ്യകളാണ് പിരമിഡായിട്ട് വരുന്നതെങ്കിൽ മാത്രം. ഓക്കെ ആണോ? 11ാം വരിയിൽ ആദ്യ സംഖ്യ കിട്ടി. എത്രയാണ്? 55. 10ാമത്തെ വരിയിൽ അവസാന പദം ഏതാ? 55. അങ്ങനെ ഞാൻ പഠിത്തം എന്താ ഒന്നുകൂടിയല്ലേ 86. ക്ലിയർ ആണോ? ഇനി ഇതൊക്കെ നിങ്ങൾക്ക് മാറും. അപ്പം നിങ്ങൾ വിചാരിക്കുക എല്ലാതും ഇങ്ങനെയാണോ? അല്ലല്ല, എല്ലാതും ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കരുത്. എല്ലാതും ഇങ്ങനെയല്ല. എന്നിട്ട് ഞാനൊരു എക്സാമ്പിൾ, ഇതേ ചോദ്യം തന്നെ, സെയിം ക്വസ്റ്റ്യൻ ഒരു മാറ്റം. എങ്ങനെയാണെന്ന് നോക്കിക്കോ. അപ്പോൾ ഞാനിവിടെ 1, 3 പകരം 2, 5 ഓക്കെ ചെയ്യാണ്. 2, 5 എന്താണ് ഡിഫറൻസ്? എത്ര? 3 അല്ലേ? 8, 11, 14, 17 ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. അടുത്ത വരി എഴുതാം. അതിനിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് എന്നെ സിമ്പിളായിട്ട് കിട്ടും അല്ലേ? അതൊക്കെ അറിയില്ലേ? ഈസി അല്ലേ? യെസ്. ഓക്കെ, ഞാനത് വിടുകയാണ്. അത് ഞാൻ സ്കിപ്പ് ചെയ്ത്, ഈ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്ത്. നിങ്ങൾക്ക് അറിയില്ലേ? കിട്ടും. കാരണം 3 കൂട്ടി പോയാൽ മതി. അടുത്ത വരി വരുമ്പോൾ എത്ര കിട്ടും? 20, 23, 26, 29 അങ്ങനെ അടുത്ത വരി നമുക്ക് എഴുതാം. ഇനി ഇതിൽ 10ാമത്തെ വരിയിൽ എത്ര സംഖ്യകളുണ്ട്? സംഖ്യകൾക്ക് മാറ്റമുണ്ടോ? 1ാമത്തെ വരിയിൽ 1, 2ാമത്തെ വരിയിൽ 2 എണ്ണം, 3ാമത്തെ വരിയിൽ 3 എണ്ണം, 4ാമത്തെ വരിയിൽ 4 എണ്ണം, 10ാമത്തെ വരിയിൽ 10 എണ്ണം. ഇതിൽ ഉത്തരവ് നമുക്ക് കിട്ടിയില്ലേ? ഇതിൻ്റെ ആദ്യത്തെ 10 വരികളിലും കൂടി എത്ര സംഖ്യകളുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ? ഇവിടെ ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇത് തന്നെ എടുത്തു വിചാരിച്ചോ. n×n+1/2 നമ്മൾ കൊടുത്തു, അതായത് 10. ഇപ്പോൾ 10×11/2 ഇതിന് ഉത്തരം നമുക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എഴുതാണ് 55. നേരത്തെ അതായത് ഇവിടെ 1, 2, 3 ഇങ്ങനെ വരുന്ന സമയത്ത് 55 ആയിരുന്നു 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ അല്ലേ? പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, എങ്ങനെ? 2, 5, 8, 11, 14, 17 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ നിർത്തിയാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ഒരു സമവാക്യത്തിൻ്റെ ഇത് നമ്മളൊരു സമാന്തര ശ്രേണിയെ പരിഗണിച്ചിട്ട് അതിൻ്റെ ബീജഗണിതം എഴുതണം. അതിൻ്റെ എന്ത് എഴുതണം? ബീജഗണിതം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ പൊതുവ്യത്യാസം 3 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബീജഗണിതം കിട്ടുന്നത് എന്താണ്? dn+f-d ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. 1ാമത്തെ ഇക്വേഷൻ കാണാം, അതായത് ഫസ്റ്റത്തെ ആദ്യപദമായിട്ട് കണക്ട് ചെയ്യുക. പൊതുവ്യത്യാസം 3 അല്ലേ? 3നെ 2 ആക്കണമെങ്കിൽ എന്ത് വേണം? 1 കുറച്ചാൽ പോലെ. അപ്പോൾ നമുക്ക് ഒറ്റടി കിട്ടും. എന്ത് കിട്ടും? 3n-1. ഇതാണെന്ത്? ഇതിൻ്റെ ബീജഗണിതം. ഓക്കെ അല്ലേ? നമുക്ക് ഇത് കിട്ടി 55. 10ാമത്തെ വരിയിൽ അവസാനം 55. അപ്പോൾ 11ാമത്തെ വരിയിൽ ആദ്യത്തെ ഏതായിരിക്കും? 56 ആയിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ എന്നിന് പകരം 56 കൊടുക്കുക. നോക്കിക്കോ, എന്ത് വരും? 3×56-1. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്, 56 തൊട്ട് 1 കുറയ്ക്കും. പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. ഏത് വേണം ആദ്യം? നമ്മൾ കോഡ് മാസമൊക്കെ പഠിച്ചതാണ് അല്ലേ? നേരെ 3×56 ചെയ്യുക. 3×56 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 168 അല്ലേ? 168 തന്നെയല്ലേ? 318 വരും അല്ലേ? 168. അതിന് 1 കുറയ്ക്കുക. എത്ര കിട്ടും? 167. ഈ 167 ഏതാണ്? 11ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ. 11ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ. ഈ 2 ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. 2 ചോദ്യവും 2ആണ് കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് തരാം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കണം. ഓക്കെ, നമുക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ തരുന്നത് ശ്രദ്ധിച്ചോളൂ. ഏതോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 4, 7, 10, 13, 16, 19, 22, 25, 28, 31. ഇതാണ് എന്ത്? ഇക്വേഷൻ. ക്വസ്റ്റ്യനൊക്കെ നേരത്തെ ചെയ്തിട്ട് അയക്കൂലേ? അയക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യമാണ്. 2 വർഷങ്ങളായിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന് പറഞ്ഞ പാഠത്ത് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. വൃത്തങ്ങളും തൊടുവരും ഒരുമിച്ചാണ്. അങ്ങനെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. വൃത്തങ്ങൾ
ഓക്കെ അല്ലേ? വൃത്തങ്ങളിൽ ഇത് വരുന്ന ചോദ്യം നോക്കിയേ. ഓ കേന്ദ്രമായ ഒരു വൃത്തത്തിലേക്കുള്ള 2 തൊടുവരകളാണ് പി എ. വൃത്തങ്ങളാണ്, തൊടുവരയാണ് അല്ലേ? യെസ്, ടാൻജന്റിന്റെ ചോദ്യം. പി ബിയും അല്ലേ, പി എ പി ബി എന്നുണ്ട്. പി എ പി ബി എന്ന് പറയുന്നത് എന്താണ്? തൊടുവരകളാണ്. ഓക്കെ, തൊടുവര കിട്ടി. ഈ എന്ന് പറഞ്ഞത് ആംഗിൾ എ സി ബി, കോൺ എ സി ബി തന്നിട്ടുണ്ടല്ലോ. എ സി ബി 105 തന്നിട്ടുണ്ട് ചോദ്യത്തില്. പിന്നെന്താ തന്നത്? അറിഞ്ഞില്ല, അതൊന്നും ചെയ്യാൻ തന്നെ. പിന്നെ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കണം. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഏതാ ചെയ്യാനുള്ളത്? എ ഡി ബി. എ ഡി ബി നമുക്കാണെങ്കിൽ എ ഡി ബി ഇതല്ല കോണ്. എ ഡി ബി ഇത് 105. നോക്കിയേ, എ സി ബി ഡി എന്ന് പറയുന്ന ചതുർഭുജം. എന്ത് ചതുർഭുജ? ചക്രീയ ചതുർഭുജം. യെസ്, ചക്രീയ ചതുർഭുജമാണ്. അതിന്റെ പ്രത്യേകത എന്താ? എതിർകോണുകൾ അനുപൂരങ്ങളായിരിക്കും. സപ്ലിമെന്ററി അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സപ്ലിമെന്ററി ആണ്. അപ്പൊ ഇത് എത്ര കിട്ടും? 75. മറ്റല്ല, സംശയമില്ലല്ലോ. എത്ര കിട്ടി നമുക്ക്? 75. ഓക്കെ അല്ലേ? ഇത് 75 കിട്ടി. ഇത് 75 ആകുമ്പോ ഇതെന്താ പ്രത്യേകത? അത് പ്രത്യേകത യെസ്, കേന്ദ്ര കോണാണ് അല്ലേ? സെൻട്രൽ ആംഗിൾ അല്ലേ? സെൻട്രൽ ആംഗിൾ എന്ത് വരും? സെൻട്രൽ ആംഗിൾ ഇതിന്റെ ഡബിൾ ആണ് വരിക. എത്ര കിട്ടും? 150. സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 150. അതായത് നമ്മളോട് ഫസ്റ്റ് ചോദിച്ച എ ഡി ബിയെ ചോദിച്ചത്. എ ഡി ബിയുടെ ഉത്തരം നമുക്ക് കിട്ടി. എത്ര എ ഡി ബിയുടെ ഉത്തരം? 75. നമ്മൾ എഴുതി 75. ഓക്കെ, രണ്ടാമത്തെ ദിവസം ആംഗിൾ എ ഒ ബി. എന്ത് ആംഗിൾ എ ഒ ബി? ഓക്കെ, നമ്മള് ഒന്ന് മാറ്റുകയാണ്. ആംഗിൾ എ ഒ ബി എന്ത്? എ ഒ ബി. എ ഒ ബി എന്താ? എ ഒ ബി അവിടെ എ ഒ ബി അതാണ് കിട്ടിയത്. സെൻട്രൽ ആംഗിൾ അല്ലേ? എത്ര കിട്ടി നമുക്ക്? 150. 160 അല്ല, 150. 150 കിട്ടി. മൂന്നാമത്തത് ആംഗിൾ എ പി ബി. എവിടെ പോയിട്ട്? എ പി ബി. എ പി ബി പുറത്താണ്. എ പി ബി ഇതെന്ത്? സിമ്പിൾ പരിപാടിയാ. ഇവിടെ എ ഒ ബി പി എന്ന് പറയുന്നത് എ ഒ ബി പി. നമ്മൾ ഈ ഗ്രീൻ ലൈൻ കാണിച്ചിട്ടുള്ളത് ഇതൊരു ചതുർഭുജമാണ്. ഇതും ചക്രീയമാണ്. കാരണം ഇത് 90 ഡിഗ്രി. വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്ക് വരയ്ക്കുന്നവരാ ഇതായിരിക്കും, ലംബമായിരിക്കും. അതായത് എന്താണ് അവിടെ? പെർപെൻഡിക്കുലർ ആയിരിക്കും. 90 ഡിഗ്രി. ഇവിടെയും 90 ഡിഗ്രി. 180 വന്ന് ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്ത് 2 വരുമ്പോൾ എത്ര കിട്ടണം? സപ്ലിമെന്ററി ആവണ്ടേ? 180 ആവണ്ടേ? ആവണം. അപ്പം എന്ത് കിട്ടും? 150 ആവും. ഇവിടെ എത്ര കിട്ടി നമുക്ക്? 30, 30. അതായത് എ പി ബി എന്ന് പറയുന്നത് എത്ര കിട്ടി? ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് കിട്ടി എത്ര? 30. സംശയമില്ലല്ലോ, കിട്ടി 30. എ പി ബി. എ പി ബി കിട്ടി. ഇനി അടുത്തത് എ ബി പി. എ ബി പി അതൊന്ന് നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. ഇത് കിട്ടിയല്ലോ. ഇനി പറയുന്ന കാര്യം ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കണേ. എ ബി പി ഏതാണ്? എ ബി പി നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കണം. എ ബി പി എവിടെ? എയിൽ നിന്ന് ബിയിൽ ഇതിങ്ങനെ പോകുന്ന സാധനം. ഇതാണ് എ ബി പി. ഓക്കെ ആണോ? ഇവിടെ നമുക്ക് ആംഗിൾ ഒ ബി പി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. കാരണം വൃത്തകേന്ദ്രത്തിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് വരയ്ക്കാണ്? ഇവിടെ ഇതെന്താ സംഗതി? വൃത്തകേന്ദ്രത്തിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് വരച്ചതാണത്? ടാൻജന്റിലേക്ക്, തൊടുവരയിലേക്ക് വരച്ചതല്ലേ? 90 ഡിഗ്രി ആയിരിക്കും. ഇത് മൊത്തത്തിൽ എത്രയാണ്? 90. അപ്പം അതല്ല, 90 അല്ല എന്ന് പറയാം. ഓക്കെ അല്ലേ? മൊത്തത്തിൽ 90 എന്തായാലും എ പി ബി ഒരിക്കലും 90 വരുമോ? വരില്ല. നമുക്കൊരു എളുപ്പ പരിപാടി ഉണ്ട്. ഇവിടെ വേറെ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? എ ബി ഒ. ആംഗിൾ എ ബി ഒ എന്ത്? ആംഗിൾ എ ബി ഒ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആംഗിൾ എ ബി ഒ. എ ബി ഒ അതായത് ഇതല്ലേ? അത് നമുക്കൊന്ന് കളർ മാറ്റി കൊടുക്കാം. അതായത് എ ബി ഒ എന്ന് പറയുന്നത് എന്താണ്? നീലക്കോണല്ലേ? എ ബി ഒ. ഇവിടെ നോക്കിയേ, ഇത് 150 നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ എ ബി ഒ എന്ന് പറയുന്ന ത്രികോണം എന്ത് ത്രികോണാ? എന്ത് ത്രികോണം? ഐസോസെലസ് ആണ്. സമപാർശ്വ ത്രികോണല്ലേ? 2 കോണുകളും അപ്പൊ എന്താവും? തുല്യമാവും. ആവൂലേ? യെസ്. അപ്പോൾ 150 ആകുമ്പോൾ ബാക്കിയുള്ളത് 30 അല്ലേ? 150 ആകുമ്പോൾ ബാക്കിയുള്ളത് 30. അപ്പോൾ 30നെ ഈക്വലായിട്ട് ഭാഗിക്കേണ്ട എവിടെയും. അപ്പോൾ 30നെ ഈക്വലായിട്ട് ഭാഗിക്കുക. എത്ര കിട്ടി? 15. അപ്പോൾ ഇവിടെയും 15, ഇവിടെയും 15. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കി. ഇതിന് ഇത്ര നമുക്ക് ഒറ്റയടി കിട്ടി. എത്ര? 15. അത് കിട്ടി. ഇനി എ ബി പി ഉണ്ട്. എ ബി പി ഒക്കെ നമുക്ക് അറിയുന്നൊരു കാര്യം എന്താ?
അറിയുന്ന കാര്യം എന്താ? ഒ ബി പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. മൊത്തത്തിൽ എത്രയാണ്? ഒ ബി പി 90ആണ്. നമുക്ക് ഒരു കാര്യം കിട്ടി, ആംഗിൾ എ ബി ഒ നമുക്ക് കിട്ടി. ഇപ്പം എത്ര കിട്ടിയെന്ന്? 15 കിട്ടി. എ ബി എത്ര കിട്ടി? 15. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളത് ഈ 90 ഇത് കുറച്ചാൽ കിട്ടുന്ന സാധനമല്ല ഏതെന്ന് പറയുന്നത്? എ ബി പി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ? എത്ര കിട്ടും? കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 75 ഡിഗ്രി. കോൺ കിട്ടി 75 ഡിഗ്രി. ഇത്രേ ഉള്ളൂ ചെയ്യാൻ. നമ്മൾ പറഞ്ഞപ്പോൾ കുറേ ലെങ്ത് ആയിട്ട് തോന്നിയതായിരിക്കും. നിങ്ങളൊന്ന് സിമ്പിളായിട്ട് ഒന്ന് ആലോചിക്കുക. ഈസി അല്ലേ? ഈസി ആയിട്ട് ചെയ്തൂടെ? ഇതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ ഇതേ ചോദ്യം ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഒന്നും മാറ്റി, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും മാറ്റണില്ല. ഞാൻ ഈ ഒരു ആംഗിൾ കോണളവിലൊന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ തരാം. എല്ലാവരും ഒന്ന് ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ 105 പകരം, ഈ 105 പകരം ഞാനിവിടെ 120 ആക്കാണ്. 105 പകരം എന്താക്കാണ്? 120. ബാക്കി നിങ്ങൾ ചെയ്യും. ഓക്കെ അല്ലേ? മറക്കരുത്. സിമ്പിളായിട്ട് ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് അയക്കണം കേട്ടോ. സെറ്റാണല്ലോ? സെറ്റല്ലേ? ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. നമ്മൾ പഠിച്ചു ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വീണ്ടും ടാൻജന്റ് തൊടുവരയിൽ നിന്ന് ചോദ്യം വന്നു. The two tangent AC and BC of the circle with the center O meet at C. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് ബിന്ദുക്കളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? തൊടുവര വരച്ചു. എ സി ബി സി എന്ന് തൊടുവര വരച്ചു. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഏത്? സി എന്ന് പറയുന്നത്. ആംഗിൾ എ ഒ ബി 110 ആയാൽ ഫൈൻഡ് ദ ഫസ്റ്റ് ദിവസം അല്ലേ? ഇഫ് ദ ആംഗിൾ എ ഒ ബി is 110 വന്നാൽ ഫൈൻഡ് ദ മെഷർ ഓഫ് എ സി ബി. അതായത് എ ഒ ബി 110 ആയാൽ എ സി ബി എത്ര? നമ്മൾ നെറ്റു മുമ്പ് പറഞ്ഞൊരു കാര്യമില്ലേ? ഇതെന്താണ്? ചക്രീയമല്ലേ? അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 70 ഡിഗ്രി കിട്ടിയില്ലേ? എളുപ്പമല്ലേ? സംഗതി എളുപ്പമാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്നവരും. ഇത് ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റ്, വൃത്തത്തെ വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്നതും വശങ്ങളാണ് തൊടുന്നത്. അതായത് ഓൾ സൈഡ്സ് ആർ ടാൻജന്റ് ടു ദി സർക്കിൾ. ടാൻജന്റ് സർക്കിളിന് ടാൻജന്റ്. അപ്പോൾ എന്ത് വരയ്ക്കാനാണ്? ഇൻ സർക്കിൾ ആണോ അതോ സർക്കം സർക്കിൾ ആണോ? അന്തർവൃത്തമാണോ പരിവൃത്തമാണോ? സൈഡ് ടച്ച് ചെയ്യല്ലേ? അതായത് ഇവിടെ നോക്കിയേ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ഇത് ഇപ്പോഴല്ലേ സർക്കിൾ ടച്ച് ചെയ്യുന്നത്? സോ നമുക്ക് വരയ്ക്കാനുള്ളത് ഇൻ സർക്കിൾ ആണ്, സെമി സർക്കിൾ അല്ല. ആ ആംഗിളുകൾ ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ച് വയ്ക്കുക. ഏതാ വേണ്ടത്? 50, 60, 70 ഡിഗ്രി. 50, 60, 70 ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ഈസി പരിപാടിയല്ലേ? ഓക്കെ, 50, 60, 70 നമുക്ക് വരയ്ക്കാനുള്ളത്. മാറ്റമൊന്നുമില്ലല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 50, 60, 70 വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 2.5 സെൻറ്റിമീറ്ററുള്ള ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കാം. ആദ്യം സർക്കിളൊക്കെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? 2.5 നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരച്ചു. നമുക്കിതിൻ്റെ ആംഗിൾ ഇട്ടുള്ളത് 50, 60, 70. നമുക്കൊരു ട്രയാങ്കിൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരച്ചു പോകണം. ഇതിൻ്റെ പുറത്തേക്ക് കൂടെ അല്ലേ? വേണ്ടേ? വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ആംഗിളുകൾ 50, 60, 70 ആയിരിക്കും. അത് ചെയ്യാൻ പണിയൊന്നുമില്ല, സംഗതി എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ 50, 60, 70 പുറത്താണല്ലോ വരേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഈ ഓരോന്നിനെയും കുറയ്ക്കുക. 150 നിന്ന് 50 കുറയ്ക്കുക, 130. 180 നിന്ന് 60 കുറയ്ക്കുക, 120. 180 നിന്ന് 70 കുറയ്ക്കുക, 110. മൂന്നാമത്തെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അതേപോലെ ഒരു ആരം, റേഡിയസ് വെറുതെ അങ്ങ് വരച്ചു വയ്ക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, വെറുതെ അങ്ങ് വരച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് 130 ഡിഗ്രി അടയ്ക്കുക. അപ്പോൾ ട്രാക്ടർ എടുക്കുന്നു, 130 എടുക്കുന്നു. ജസ്റ്റ് ഏകദേശം ഈ ഒരു അളവിലേക്ക് 130 ഡിഗ്രി വരയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ട്രാക്ടർ എടുത്തിട്ട് കറക്റ്റ് മെഷർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. വീണ്ടും ഇപ്പോൾ ട്രാക്ടർ എടുക്കുന്നു, 120 ഡിഗ്രി ഏകദേശം ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇത് 120 കിട്ടിയാൽ ബാക്കി ഓട്ടോമാറ്റിക് ഇത് കിട്ടും, 110 കിട്ടും. ഇനി നമുക്ക് 3 വരെ വെറുതെ വിലങ്ങനെ നിറങ്ങനെ വരയ്ക്കുക. പക്ഷെ അങ്ങനെ വരച്ചിട്ട് കാര്യമില്ല. കറക്റ്റ് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് 90 ഡിഗ്രി കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് 90 ഡിഗ്രി വരയ്ക്കുക. വീണ്ടും 90 ഡിഗ്രി. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 90 ഡിഗ്രി ഓരോന്നും എടുത്തിട്ട് കൃത്യമായിട്ട് വരയ്ക്കണം. എന്താ ഇവിടെ നിന്ന് 90. അതുപോലെ ഇത് ലോങ് ആയിട്ട് വരട്ടോ. ഓക്കെ, ഇതുപോലെ വലിയ രീതിക്ക് വരയ്ക്കണം. കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കണം നമ്മൾ. ഇത് ജസ്റ്റ് ഞാനൊന്ന് മെഷർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നവർ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാട്ടും.
സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ അല്ല, ഏത് സർക്കിൾ വരയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ ഇൻസർക്കിൾ വരയ്ക്കുക. ഇൻസർക്കിൾ വരയ്ക്കാനാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയി നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ സർക്കിളിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻ സർക്കിൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ? നമുക്ക് അത് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ഓ വൃത്തകേന്ദ്രമാണ്. എ ബി സി ഡി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ് അല്ലേ? എന്താ പറയുക? ഇൻ ദ സർക്കിൾ ഓ ഈസ് ദി സെന്റർ ഓഫ് സർക്കിൾ. എ ബി സി ഡി are the points on the circle. A, B, C, D are the points on the circle. Angle AOB equal to 80 degree. Write the measures of ACB, ADB, ADP. സിമ്പിൾ അല്ലേ? ഓ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് സർക്കിൾ ആണോ? അതിനാകുമ്പോഴേ ADB 80 നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാനെന്ന് അറിയോ? ADB നമുക്ക് 80 വന്നാൽ ADB എത്ര കിട്ടും പറയാം? AOB 80 വന്നാൽ ADBയുടെ അളവ്, ADB ചോദിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 40 ആയിരിക്കും. കാരണം ഇത് AB എന്ന് പറയുന്ന ചാപത്തിൽ കേന്ദ്രകോണാണ് AOB. അതായത് AB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളാണ് AOB 80 ഡിഗ്രി. ഇതിന്റെ പകുതി ആയിരിക്കും എന്ത്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആർക്കിൽ ഉണ്ടാക്കുന്നത്, മറുചാപത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ 40 കിട്ടി. ഇതേപോലെ ഒന്നുകൂടി ഉണ്ടല്ലോ, ഇതേപോലെ 40 കിട്ടുന്ന ഒരു ആംഗിൾ കൂടി ഉണ്ട്. അറിയോ? ഏകദേശം ആളുകൾക്ക് കിട്ടി തുടങ്ങി. യെസ്, ഏതാണ്? ACB എന്ന് പറയുന്നത് ഈ കോൺ എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ACB നമുക്ക് കിട്ടി 40 കിട്ടി, ADB കിട്ടി 40. പിന്നെ ചോദ്യം ADP നോക്കിയേ, ഇത് 40 കിട്ടിയത് എത്ര? ഹാഫ് കിട്ടിയത് എത്ര കിട്ടും? 140. ലീനിയർ പെയർ അല്ലേ? ഏകീയ ജോഡി 140. പരിപാടി കഴിഞ്ഞല്ലേ? ഒന്നാമത്തെ. ഇനി എന്താ ചെയ്തത്? ഫൈൻഡ് CQD അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഏതാണ്? ഫൈൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. CQD പ്ലസ് ഏത്? CQD പ്ലസ് ആംഗിൾ P. CQD ഇതും കൂട്ടുക. ഏതൊക്കെയാണ്? ഇതും നമുക്ക് വരയ്ക്കാനുള്ള ഏതൊക്കെയാണ് നോക്കിയേ. ഏതൊക്കെയാണ്? CQD ഈ ഒരു CQDയും അതുപോലെ തന്നെ Pയും. ഇത് രണ്ടും കൂട്ടി എത്ര കിട്ടും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എത്ര കിട്ടും എന്നുള്ളത് അറിയേ? സംഗതി എളുപ്പമല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? 40 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് 140 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടുക? ഈ ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? 40 കിട്ടിയിട്ടുണ്ട് അല്ലേ? 40 കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടുമ്പോൾ എത്ര കിട്ടിയത്? ഇത് 140, 280. നമ്മൾ വിളിച്ച് ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടുന്നതാണ്. ഓക്കെ, CQDP എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു ചതുർഭുജമല്ലേ? ഇതിൻ്റെ എതിർകോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? 280. ചതുർഭുജത്തിൻ്റെ മൊത്തം കോണുകൾ 360 ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 360 നിന്ന് 280 കുറച്ചാൽ മതി. എത്ര കിട്ടും നമുക്ക്? 80. ആംഗിൾ CQD പ്ലസ് ആംഗിൾ P എന്ന് പറയുന്നത് 80. സംഗതി എളുപ്പമാണ്. സമയം എളുപ്പമുള്ള ചോദ്യമാണ്. പക്ഷെ ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നണം അയ്യോ ഇതെന്തോ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യമാണ്. ആണോ? അല്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിരുന്നു. അതിനുള്ളിൽ സ്പേസ് ഇല്ല, നമ്മൾ പ്രധാനം ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 പാഠങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി 3ാമത്തെ പാഠം മാത്തമാറ്റിക്സ്, ഈസി ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. വെറും സാധ്യതകളാണ്. മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, എൻ്റെ ടീം ജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? യെസ്, നമുക്ക് നോക്കാം. ഒരു പെട്ടിയിൽ വെറും പെട്ടിക്കണക്കാണല്ലേ വരിക? ഓക്കെ, പെട്ടിക്കണക്ക് ചെയ്യാം നമുക്ക്. എന്താണ്? 1, 2, 3, 4 വരുന്ന ഒരു സംഖ്യ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ 2 പെട്ടിയുണ്ട്. ഇതിൽ 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു പെട്ടിയുണ്ട്. അടുത്ത പെട്ടിയിൽ 1, 2, 3, 4, 5. എപ്പോഴും 5 എഴുതുമ്പോഴും അത് 6 ആയിട്ടാണല്ലോ വരുന്നത് അല്ലേ? മാറ്റുക. നമുക്ക് എന്ത് കിട്ടും? 5. പെട്ടി ഉള്ളാക്കി. യെസ്, ഇനി നമുക്ക് ചോദ്യം നോക്കാം. എത്ര വ്യത്യസ്ത രീതികൾ കടലാസ് കഷ്ണങ്ങൾ എടുക്കാം അല്ലേ? എത്ര വ്യത്യസ്ത രീതി? ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് വി ക്യാൻ ചൂസ് ദ സ്ലിപ്സ്. ഇവിടെ എത്ര ഉണ്ട്?
ഇവിടെ 4, ഇവിടെ എത്ര ഉണ്ട്? 5. 4 × 5 20. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഹൗ മെനി വേസ്, എത്ര രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഓരോ പെട്ടിയിൽ നിന്ന് നോക്കാതെ ഓരോ കടലാസ് ഇതിൽ നിന്നൊന്നും എടുക്കണം. നമുക്ക് എത്ര രീതിക്ക് എടുക്കാം? എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഒന്നെടുക്കുമ്പോൾ ഒന്നെടുക്കാം, 1 2 എടുക്കാം, ഇവിടെ 1 ഇവിടെ 3 ഇവിടെ 1 ഇവിടെ 4 അങ്ങനെ 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 അങ്ങനെ. അത് സിമ്പിളല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈസി. എന്തായാലും ഇവിടെ മൊത്തം കാണാം 4, ഇവിടെ മൊത്തം കാണാം 5. 4 × 5 ചെയ്തു, എത്ര കിട്ടി നമുക്ക്? 20. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. എത്ര കിട്ടിയത് നമുക്ക്? 20. ജസ്റ്റ് 20. എത്ര കിട്ടി നമുക്ക്? അല്ലേ, 20. മൊത്തം നമുക്ക് എത്ര കിട്ടി? 20. അവിടെ കിടന്നോട്ടെ. നമുക്ക് അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ്? എടുത്ത 2 സംഖ്യകളും ഒറ്റ സംഖ്യകളാവാനുള്ള സാധ്യത. ഇവിടെ നോക്കിയേ, ഈ പെട്ടിയിലെ ഒറ്റ സംഖ്യ എത്ര ഉണ്ട്? 1 2. രണ്ടാമത്തെ പെട്ടിയിലോ? രണ്ടാമത്തെ പെട്ടി എന്ന് പറയുന്നത് 1 2 3 അല്ലേ. ആദ്യത്തെ പെട്ടിയിൽ 2 ഒറ്റ സംഖ്യകളുണ്ട്, രണ്ടാമത്തെ പെട്ടിയിലോ 3 ഒറ്റ സംഖ്യകളുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ചോദ്യം എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ പെട്ടി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ മതി. 1 2 3 4 വരുന്നതാണ്. ഇവിടെ വരുന്നത് 1 2 3 4 5. ബോത്ത് ബീയിങ് ഓഡ്, രണ്ടും ഒറ്റ സംഖ്യ കിട്ടണം. ഇവിടെ 1 ഉണ്ട് അല്ലേ, ഇവിടെ 3, 2 ആയി. ഇവിടെയോ? ഇവിടെ നമുക്ക് 3 നമ്പർ വരുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിലെത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 2. ഇവിടെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 3. തമ്മിൽ ഇൻറ്റു ചെയ്യുക. 6 എഴുതിച്ചാൽ പ്രോബബിലിറ്റിയെ ചോദിച്ചത്, സാധ്യതയെ ചോദിച്ചത്. അപ്പൊ എന്താ കിട്ടും? ബോത്ത് ബീയിങ് എന്ത്? ബോത്ത് ബീയിങ് ഓഡ്, അതായത് രണ്ടും ഒറ്റ സംഖ്യയാവാനുള്ള സാധ്യത. രണ്ടും ഒറ്റ സംഖ്യയാവാനുള്ള സാധ്യത എത്രയാ? 6 സംഖ്യ ഉണ്ട്. മൊത്തത്തിൽ എത്ര സംഖ്യ ഉണ്ട്? 20. അതായത് 20ൽ 6 വട്ടം അല്ലെ. 6/20 ആണ് ബോത്ത് ബീയിങ് ഓഡ് എന്ന് പറഞ്ഞാൽ. രണ്ടും ഒറ്റ സംഖ്യയായിട്ട് കിട്ടാനുള്ള സാധ്യത. ഈ രണ്ടും ഇരട്ട സംഖ്യ ആകുമ്പോൾ എങ്ങനെ ചെയ്യാം? അങ്ങനെ ചെയ്ത് നോക്കി. 2 ഇരട്ട എന്ന് പറയുമ്പോൾ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. ഒന്ന് ചെയ്ത് നോക്കി, എത്ര കിട്ടും? രണ്ടും ഇരട്ട സംഖ്യകളാവാനുള്ള സാധ്യത നമുക്ക് എത്ര കിട്ടും? ഒന്ന് നോക്കി, എത്ര കിട്ടും നമുക്ക്? ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, എത്ര കിട്ടുമെന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കി. വേഗം പെട്ടെന്ന് ഒന്ന് സ്പീഡാക്കി നോക്കി. വേഗം വേഗം വേഗം, വളരെ പെട്ടെന്ന്. കിട്ടിയോ? കിട്ടി. എത്രയാണ്? 4/20. 4/20 അല്ലേ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ഇവിടെ ബാക്കിയുണ്ടല്ലോ. എന്താ ബാക്കിയുള്ള ചോദ്യം? കിട്ടിയ 2 സംഖ്യകളും തുല്യമാവാനുള്ള സാധ്യത എത്ര? കിട്ടിയ 2 സംഖ്യകളും തുല്യമാവണം അല്ലേ. കിട്ടിയ 2 സംഖ്യകൾ തുല്യമാവണം. അതായത് ഇവിടുന്ന് 1 എടുക്കുമ്പോൾ ഇവിടുന്ന് 1 എടുക്കണം, ഇവിടുന്ന് 2 എടുക്കുമ്പോൾ ഇവിടുന്ന് 2 എടുക്കണം, ഇവിടുന്ന് 3 എടുക്കുമ്പോൾ ഇവിടുന്ന് 3 എടുക്കണം, ഇവിടുന്ന് 4 എടുക്കുമ്പോൾ ഇവിടുന്ന് 4 എടുക്കണം. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 4 നമ്പറല്ലേ ഉള്ളൂ തുല്യമാവാനുള്ള സാധ്യത. യെസ്, കിട്ടിയ 2 സംഖ്യകൾ തുല്യമാവാനുള്ള സാധ്യത 4. 4 എത്ര? മൊത്തത്തിൽ 20. ഇതല്ലേ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പർ ബീയിങ് സെയിം? 2 നമ്പറും സെയിം ആവാനുള്ള സാധ്യത. ഈസി അല്ലേ, എളുപ്പമല്ലേ? അത് മാത്സ് സയൻസ് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് മാർക്ക് കളയരുത് കേട്ടോ. 3 മാർക്കിന് ചോദിക്കില്ല. 4 പറയുന്നതൊക്കെ 2023 4 മാർക്കിന് ചോദിച്ചതാ. 2023 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നമുക്ക് ഇനി വരുന്നത്? വീണ്ടും മാത്തമാറ്റിക്സ്. യെസ്, നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് സയൻസ്. നോക്കിയേ, 2022 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ അല്ലേ, നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും എന്ത് തന്നെയാണ് വരുന്നിട്ടുള്ളത്? സ്ലിപ്പുകളല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. 1 2 3 4 എന്ന് എഴുതിയ ഒരു ബോക്സ്, 5 6 7 8 9 എഴുതിയ വേറൊരു ബോക്സ്, 2 ബോക്സ് ഉണ്ട്. ഹൗ മെനി പോസിബിൾ പേഴ്സ്? എത്ര പോസിബിൾ പേഴ്സ് കിട്ടിയില്ല നിങ്ങൾക്ക്? ഇവിടെ 4 നമ്പർ ഉണ്ട്, ഇവിടെയോ 1 2 3 4 5 നമ്പർ ഉണ്ട്. അപ്പൊ ആകെ സാധ്യത എത്ര കിട്ടും? ഈ എഴുതിയ ആകെ സംഖ്യ ജോഡികൾക്ക് സാധ്യമാണ്. എത്ര സാധ്യമാണ്? 4 × 5 20. സിമ്പിൾ സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്? രണ്ടും ഓഡ്, രണ്ടും ഒറ്റ സംഖ്യകളാവാനുള്ള സാധ്യത. നേരത്തെ നമ്മൾ ചെയ്താൽ തന്നെയല്ലേ. ഇവിടെ നമ്പേഴ്സിന് വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട് അല്ലേ, നമ്പേഴ്സിന് വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം. ബോത്ത് ബീയിങ് ഓഡ്, രണ്ടും എന്ത് വരണം? ഒറ്റ സംഖ്യ വരണം. നമുക്ക് എങ്ങനെ നോക്കാം? ഒന്നാമത്തേല് 1 2 3 4 എണ്ണം ഉള്ളൂ ഇവിടെ ഈ വെട്ടിയില്.
രണ്ടാമത്തെ പെട്ടിയിലോ 5, 6, 7, 8, 9 രണ്ടിലും ഓട് വരാനുള്ള സാധ്യത നോക്കണം. ആകെ സാധ്യത നമുക്കറിയാൻ പറ്റും എന്താണ്? 20 ആകെ സാധ്യത. ഇനി ഇവിടുന്ന് 1, ഇവിടെ 2, ഇവിടെ 2 ഒറ്റ സംഖ്യകളുണ്ട്. ഇവിടെയോ 1, 2, 3 ഒറ്റ സംഖ്യകളുണ്ട് അല്ലേ? 3 ഒറ്റ സംഖ്യകളല്ലേ? യെസ്. 2 × 3 എത്ര? 6. അപ്പൊ ഇവിടെ എത്ര കിട്ടും? ഒറ്റ സംഖ്യകളാവാനുള്ള സാധ്യത എത്ര കിട്ടി? 6. സിമ്പിൾ അല്ലേ പരിപാടി? അതായത് എന്ത് ചെയ്താൽ മതി? എത്ര ഒറ്റ സംഖ്യകളുണ്ട് നോക്കുക. ആ ഒറ്റ സംഖ്യകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഗുണിച്ചാൽ മതി. എന്നിട്ട് അടിയിൽ എന്ത് എഴുതി കൊടുക്കണം? നമ്മൾ ആകെ സാധ്യത. സാധ്യത ചോദിക്കുമ്പോൾ ആകെ എണ്ണം താഴെ നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ ആണല്ലോ? അത് മറക്കരുത് കേട്ടോ. കാരണം എന്താ പറയുക, കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ പേപ്പർ നോക്കുന്ന സമയത്തൊക്കെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സാധ്യത എഴുതില്ല. എത്ര എണ്ണം? ഓക്കെ 6. ആർക്ക് കിട്ടൂല കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് നമ്പേഴ്സ് ഈസ് 10? അതായത് 2 ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത നമ്മൾ എഴുതി. ഇത് മൂന്നാമത്തെ ചോദ്യമാണ്. സി എന്താണ്? 2 സംഖ്യകളുടെയും തുക 10 ആവണം. അതായത് ഒന്നാമത്തേന്ന് എടുത്താലും രണ്ടാമത്തേന്ന് എടുത്താലും 2 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 10 കിട്ടണം. ഓക്കെ അല്ലേ? നമുക്കൊന്ന് ചെയ്തു നോക്കാം 10 എങ്ങനെയൊക്കെ കിട്ടുക എന്നുള്ളത്. നമുക്ക് ആദ്യത്തിൽ എത്ര സംഖ്യകളുണ്ട് നമുക്കറിയാൻ പറ്റും. 1, 2, 3, 4 ഉണ്ട്. ഇവിടെ ഇപ്പുറത്ത് 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ 9 കിട്ടുന്നു. 9 അല്ല 10 അല്ല കിട്ടേണ്ടത്. 10 കിട്ടുമ്പോൾ ബാക്കി 1ഉം 9ഉം കൂട്ടിയാൽ 10 അല്ലേ? അപ്പോൾ എത്ര ജോഡിയായി? 1 ജോഡിയായി. അപ്പോൾ അടുത്ത ജോഡി നമുക്ക് വേറെ കളറിൽ കാണിക്കാം. 2ഉം 8ഉം കിട്ടുമ്പോൾ 1 ജോഡിയല്ലേ? 2 ജോഡിയായില്ലേ? ഇനി അടുത്ത് നോക്കി. അടുത്ത ഏതാ വരിക? അടുത്തത് 3ഉം 7ഉം കൂട്ടുമ്പോൾ 1 ജോഡിയായില്ലേ? അപ്പോൾ 3 ജോഡിയായില്ലേ? വീണ്ടും ഒരു ചോദ്യമുണ്ട്. ഏതാണ്? 4ഉം 6ഉം കൂട്ടുമ്പോൾ 10 അല്ലേ? 2 നമ്പർ എടുക്കുമ്പോൾ 10 കിട്ടണം. അപ്പോൾ എത്ര സംഖ്യകൾ അങ്ങനെ എടുക്കുമ്പോൾ? 4 സംഖ്യകൾ. 4 എത്ര? മൊത്തം സംഖ്യ 20. അപ്പോൾ 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? 4/20. ഓക്കെ ആണല്ലോ? നമ്മൾ ചെയ്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. എന്നാ അടുത്ത ചോദ്യം? ഇത് നോക്കണം. ഇത് 2021 ചോദിച്ചൊരു ചോദ്യമാണ്. 2021 കണക്കൂട്ട് പോയി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ? സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ABCD ഒരു ചതുരമാണ്. ABCD ഒരു ചതുരമാണ്. ABCD is a rectangle. CD-യുടെ മധ്യബിന്ദുവാണ് P. CD എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ് ആണ് P. മിഡ് പോയിന്റ് അല്ലേ? CD is the മിഡ് പോയിന്റ്. ഓക്കെ, കണ്ണടച്ച് ചിത്രത്തിൽ ഒരു കുട്ടിത്തിട്ടാൽ, കണ്ണടച്ച് ഈ ചിത്രത്തിൽ ഇവിടെ തന്നെ വരണുണ്ടോ? കണ്ണടച്ച് അപ്പുറത്ത് കൊണ്ടുപോയിടാന്നൊക്കെ ഇത് നമ്മൾ ഇത് നിങ്ങൾ ചളിയായിരിക്കുന്നത്. അത് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. സാർ ഇത് അപ്പുറത്ത് കിട്ടാമല്ലോ? അപ്പുറത്തല്ല, ഇതിനുള്ളിൽ വരണം. നമ്മൾ കണ്ണടച്ച് കുത്തിട്ടാൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ APB? ഈ APB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഉള്ളിലാവാനുള്ള സാധ്യത എത്ര? APB എന്ന് പറയുന്നത് എന്ത് കാരണം? APB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഉള്ളിലാവാനുള്ള സാധ്യത എത്ര? അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് എന്ത് കൊടുക്കും? B എന്ന് കൊടുക്കും. ഇതിന്റെ ഉയരം ഈ ഭാഗത്തിന് H എന്ന് കൊടുക്കും. ഒരു കാര്യമാക്കി, ത്രികോണത്തിന്റെ അല്ല ചതുരത്തിന്റെ പരപ്പളവ് എന്നോണ്ടിരിക്കുക. ചതുരത്തിന്റെ പരപ്പളവ് നീളം ഇൻറ്റു വീതി, അതായത് B × H അല്ലേ? ചതുരത്തിന്റെ പരപ്പളവ് B × H അല്ലേ? ഡൗട്ടില്ലല്ലോ. പിന്നെന്താ? ഇനി നമുക്ക് ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടണം. ത്രികോണത്തിന്റെ പരപ്പളവ് എന്താ? 1/2 × B എന്ന് പറഞ്ഞ പാദം. H ഉയരം നോക്കിയാ നമ്മള്. ഈ ഉയരം തന്നെയല്ലേ ഇതും? ഈ ഉയരം തന്നെയല്ലേ ഈ വരുന്നതും? അപ്പൊ എന്ത് കിട്ടും? 1/2 × BH കിട്ടും. ഓക്കെ അല്ലേ? ഇനി സാധ്യത കാണുമ്പോൾ ഏറ്റവും വലുത് ഏതാ? ഏറ്റവും വലുത് താഴെ എഴുതുക. ഞാൻ എഴുതുന്നതിന് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഏതാണ്? BH. ഇതിന്റെ താഴെ എഴുതി ബൈ. ഏറ്റവും താഴെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ത്രികോണത്തിന് പരപ്പളവ് എന്ത് കിട്ടും? 1/2 BH. ഓക്കെ അല്ലേ? കിട്ടാനുള്ള സാധ്യത. 2 വെട്ടിപ്പോയി. ഒരേപോലെ എങ്കിലോ ബാക്കി എന്തല്ലോ? 1/2 പകുതി. ഇതും ചില ആളുകൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ? ഇത് BH 1/2 BH അല്ലേ? 1/2 നേരത്തെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് വുഡ് ബി ഇൻസൈഡ് ദ ട്രയാങ്കിൾ ADP? ഈ ട്രയാങ്കിളിലാണ് കുത്തു വരുന്നത്. ഇങ്ങനെ കുത്തു വരണം ADP.
അതായത് എ ഡി ബി എന്ന ത്രികോണത്തിലാവാനുള്ള സാധ്യത എത്ര, അതും ഇതേപോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് എ ഡി പി ആണ്. നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് ആലോചിക്കണം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ആലോചിക്കണേ. നോക്കിയതാ എ ഡി പിയിൽ വരണം കുത്ത്, എവിടെ ഇവിടെ വരണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് നമ്മൾ എച്ച് എന്ന് കൊടുത്തു, ഇത് ബി ആണ്. അതിനുമ്പോൾ ഇതെന്താ, ഇത് അര ബി അല്ലടാ വരിക, അര ബി അല്ലേ. കാരണം എന്താ, ഇത് മധ്യബിന്ദുവാൻ ചോദിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ അര ബി, അവിടെയെല്ലാം മുഴുവൻ ബി ആവുക, അര ബി മൊത്തം ബി. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് എ ഡി പിയുടെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക, ത്രികോണം അര ഇൻറ്റു ഈ അര ബിക്ക് വരെ അങ്ങനെ കൊടുക്കണം, b/2 എന്ന് കൊടുക്കുക കേട്ടോ. അര ബി എന്ന് പറഞ്ഞാൽ b/2 എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, ഇൻറ്റു എന്ത് എച്ച്, ഇതിന് ഇൻറ്റു എച്ച്. നമ്മൊന്ന് ഗുണിച്ച് നോക്കാം. ഇത് നോക്കി, ഇത് രണ്ടും ഭിന്ന സംഖ്യയായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് b/4 ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് കൊടുക്കാറ്, സിമ്പിളായിട്ട് bh/4 ഇത് വരും, bh/4. അതിൻ്റെയാണ് ഏതിൻ്റെത്, എ ഡി പിയുടേത്, bh/4. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താ, ഇത് ഏതിൻ്റെതാണ്, എ ഡി പിയുടെ പരപ്പളവാ. നമ്മളോട് ചോദിച്ചാൽ ഇതിന് മൊത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണ്, ബി എച്ച് അല്ലേ. മൊത്തം ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര, ബി എച്ച്. നമ്മളെന്താ പറയുന്നത്, വലുത് എപ്പോഴും താഴെ വരണം. അതായത് ബി എച്ച് എപ്പോഴും സാധ്യത കാണുമ്പോൾ വലുത് എപ്പോഴും താഴെ. ഇതെന്ത് ചെയ്യണം, മുകളിൽ bh/4. അടച്ച തമ്പുരാനെ, ഇതിപ്പോൾ എന്താ അല്ലേ, മറ്റേ 10 ടിക്കറ്റ് കാര്യം റേ 2 ബൈ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ചില ആൾക്ക് ഇതിന് ഉത്തരം ഓൾറെഡി കിട്ടുന്നുണ്ടായിരിക്കും. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം, ചെയ്യേണ്ട ആവശ്യമൊന്നും എന്നാലും ഒന്ന് ജസ്റ്റ് ചെയ്യാം. അതായത് bh/4 ഇൻറ്റു ഈ ബി എച്ചിനെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ, അതായത് എന്ത് കിട്ടും, ബി എച്ച് എന്നുള്ളത് എന്തായി മാറും, 1/bh എന്ന് കിട്ടും. ഇനി ഈ ബി എച്ചും കട്ട് ചെയ്ത് പോയി, ബാക്കി എന്താ ഉള്ളത്, 1/4, 1/4 കിട്ടി. സാധ്യത 1/4. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സിമ്പിളായിട്ട് അതിൽ കൂടുതൽ ആലോചിക്കണം. ഇനി നമ്മൾ ലോജിക്ക് പരിപാടി, ഇത് മൊത്തം ചതുരം, അതിൻ്റെ പകുതി ഇത്, പിന്നെ ഇത് രണ്ടും പകുതിയല്ലേ. അതായത് ഇത് കാല് അപ്പോഴല്ല മൊത്തം അരയാവുക. കാരണം എന്താ, ഈ എ പി ബി എന്ന് പറയുന്നത് അരയാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും കാല് അങ്ങനെ അല്ലേ, അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, നമ്മൾ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ആദ്യത്തെ 3 ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, 3 ചാപ്റ്റർ, സമാന്തര ശ്രേണി, വൃത്തങ്ങൾ, അതുപോലെ തന്നെ തൊടുവര, വൃത്തങ്ങളും തൊടുവരയും മിക്സ് ചെയ്ത് നമ്മൾ പറഞ്ഞു. പിന്നെ സാധ്യതകളുടെ ഗണിതം, അതായത് അരിത്മെറ്റിക് സീക്വൻസ്, സർക്കിൾ ടു ടാൻജൻസ്, ദെൻ എന്താണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഇത് നമ്മൾ 3 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഓക്കെ ആണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് ഇനിയും കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ബൈ.